വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ സ്കീമുകളിലായി 5 സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന 5 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും 2025 വർഷത്തെ ആനുകൂല്യ വിതരണം ആരംഭിച്ച സാഹചര്യത്തിലും ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ പുനഃക്രമീകരിക്കുന്നതിന്റെയും ഭാഗമായി എല്ലാ മാസവും തനത് മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനും ഇതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. 2025 വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തനത് പെൻഷനും ഒരു ഗഡു കുടിശ്ശികയും വിതരണം ആരംഭിച്ചിരുന്നു. ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കും. ശേഷം പെൻഷൻ വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരിച്ച് പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ജനുവരി മാസത്തെ തുക വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല. ഇതോടൊപ്പം തന്നെ വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 300 മുതൽ 1000 വരെയുള്ള കേന്ദ്രവിഹിതവും മുടങ്ങിയിരിക്കുകയാണ്. എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിട്ടും ഈ ആഴ്ചക്കുള്ളിൽ തുക എത്താത്തവർ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ മുടങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചെക്ക് ചെയ്യുക. ഇതോടൊപ്പം തന്നെ വിധവ, അവിവാഹിത പെൻഷനുകൾ അനർഹമായി നിരവധി ആളുകൾ കൈപ്പറ്റുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ജനുവരി 31 അവസാനിച്ചിരിക്കുകയാണ്. പുതിയ പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോൾ തുക മുടങ്ങിയ ഗുണഭോക്താക്കൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന മുറക്ക് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലെ പെൻഷൻ വിതരണ പട്ടിക പരിശോധിക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. വാർഡ് തല പരിശോധന നടത്തുകയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെയും ഭാഗമായാണ് സുപ്രധാന തീരുമാനം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.